കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച പ്രതികളെ വെറുതെ വിട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപക്ഷെ സുരക്ഷാ ജീവനക്കാരുടെയും മറ്റ് ക്യാമറകളുടെയും ഒക്കെ CCTV ക്യാമറകളുടെയും ഒക്കെ താഴെ നടന്ന ഈ മർദ്ദനം, അതിൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. അതായത് കോടതിക്ക് മുന്നിൽ തെളിവുകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കണം. വിവരങ്ങൾ എന്താണ്? കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 30-നായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അനുമതിയില്ലാതെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ ജില്ലാ നേതാവും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരെ മറ്റൊരു സംഘം ഈ ആശുപത്രിയിലേക്ക് എത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഈ സംഭവം ആ സമയത്ത് ചിത്രീകരിച്ച ഒരു മാധ്യമ പ്രവർത്തകരും ഈ സംഭവത്തിൽ മർദ്ദനമേറ്റിരുന്നു. അക്രമത്തിൽ 3 സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. ഈ കേസിലാണ് ഇപ്പോൾ ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ പരാതിക്കാരായ സുരക്ഷാ ജീവനക്കാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റിയതും ഈ കേസിൽ വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത്. ഓക്കെ, ശരി ദിസ്ന.